അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമില്ല. ഞാൻ സുൽഫത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ദിയ കൃഷ്ണൻ്റെ ഡെലിവറിയും അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമൊക്കെ നമ്മൾ വീഡിയോസിലൂടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണല്ലേ. അപ്പോൾ അതിനെ കുറേ പേര് അനുകൂലിക്കുന്നുണ്ട്, കുറേ പേര് അതിനെ എതിർത്തുകൊണ്ടൊക്കെ കമൻറ്റ് ചെയ്തത് കണ്ടായിരുന്നു. അവർ ചെയ്തത് ശരിയാണോ തെറ്റാന്ന് വെച്ചാൽ അത് അവരുടെ ചോയ്സാണോ, അവരുടെ പേഴ്സണൽ ലൈഫ് എത്രത്തോളം എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു ഇൻഫ്ലുവൻസർ എന്നൊരു നിലയ്ക്ക് അവർ ചെയ്തത് ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അവർ എത്രത്തോളം പെയിനാണ് ആ ഒരു സമയം അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ അവരെ ഫാമിലി എന്തോരം അവരെ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് ആ വീഡിയോസിലൂടെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ. ആ വീഡിയോ കണ്ടവർക്ക് ഒരു നിമിഷം സ്വന്തം അമ്മേനെ ഓർക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ തെറ്റില്ലാത്തൊരു കാര്യമാണല്ലേ അവർ ചെയ്തത്. പിന്നെ ഏതൊരു സ്ത്രീയും ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ ആ ഒരു ടൈമിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. കാരണം ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ പ്രസവത്തിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല. പെയിനും പേടിയുമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു അങ്കലാപ്പും പേടിയും അതിനേക്കാളും പെയിനും ഒക്കെ ആയിരിക്കും. ചിലരൊക്കെ തന്നെ ലേബർ റൂമിൽ 1-2 ദിവസമൊക്കെ ആയിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണെന്ന് പോലും അറിയാം. ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടായെങ്കിൽ അത്രത്തോളം ആശ്വാസമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം ഇത് സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു വില്ലനാണ്. ദിയ കൃഷ്ണൻ്റെ പ്രസവം നടന്നതെന്ന് വെച്ചാൽ കിംസ് ഹോസ്പിറ്റലിൽ സ്യൂട്ട് റൂമിലാണ്. അത് പെർ ഡേ 12,000 രൂപയാണ് അതിൻ്റെ ചിലവെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു സ്ത്രീയെ കൊണ്ട് അതൊന്നും അഫോർഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ലല്ലോ. എല്ലായിടത്തും സാമ്പത്തികം ഒരു മാനദണ്ഡമാണ് അല്ലേ. പിന്നെ അവർ ഫാമിലി കൊടുത്ത സപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ ആ ഒരു ടൈമിൽ. തീർച്ചയായിട്ടും പ്രസവം കഴിഞ്ഞാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കെയറും സപ്പോർട്ടും ഒക്കെ അത്യാവശ്യമാണ്. കാരണം ചില സ്ത്രീകളെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള ഒരു സ്റ്റേജിലോട്ട് കടന്നു പോകും ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം. ആ ഒരു അതെന്താണെന്ന് പോലും പണ്ട് കാലത്തുള്ളവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറേയൊക്കെ അതിനെ കുറിച്ചുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. കുറേ ആൾക്കാർക്കെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറേ ആൾക്കാരെ ജീവിത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അതും അമ്മയും കൂടെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രസവം കഴിഞ്ഞാൽ കുട്ടിയിലേക്ക് മാത്രമല്ല അമ്മയ്ക്കും അമ്മയുടെ കെയറും അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില ഡെലിവറി കേസുകൾ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡെലിവറി നടക്കുന്നതെങ്കിൽ ചിലവർ പറഞ്ഞു കേട്ട ഇതാണ് കേട്ടോ. അവിടെ പോയി ലേബർ റൂമിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ യാതൊരുവിധ പരിഗണന ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു നോർമലി നടക്കുന്ന ഒരു സംഭവമാണ്, പ്രൊസീജിയറാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനും എന്തിനേറെ ഡോക്ടേഴ്സിനും പോലും ഉള്ളത്. അപ്പം യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്തോ തെറ്റ് ചെയ്തിട്ട് വന്ന് കിടക്കുന്ന ഒരാളടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലൊക്കെ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള ഇൻസിഡൻസ് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഈ ഡോക്ടേഴ്സും ആയാലും അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ആയാലും നിങ്ങളെ ജോലി ചെയ്യാണ്, ഓക്കെ, അതിൽ കുറച്ച് ആത്മാർത്ഥതയും മനസാക്ഷിയും കൂടെ കലർത്തുക എന്നുള്ളതാണ്. കാരണം അവിടെ കിടക്കുന്നതും സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ആ ഒരു പെയിനും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു സംഘർഷത്തിലൂടെയൊക്കെ ആയിരിക്കും അവർ അവിടെ കിടക്കുന്നുണ്ടാവുക. അപ്പം കൂടെ അവരെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് നിർത്താനോ ഒന്നും പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ മെൻ്റലി ഒന്ന് സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ പെരുമാറാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ഇതുപോലെ സാധാരണ സ്ത്രീ ആയാലും അവരും ഒരു സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന കൊടുത്തിട്ട് അവരുടെ അടുത്ത് പെരുമാറാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഈ പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഡെലിവറി ടൈം എന്നൊക്കെ പറയുന്നത് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജാണല്ലേ. നല്ല ദിവസങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടും, ഒരുപാട് ഓർമ്മകൾ കിട്ടും. അതുപോലെ തന്നെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൂമെൻ്റാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്, ഡെലിവറി ടൈം. ഒരു പുതിയൊരു ആളെ നമ്മളെ കയ്യിലോട്ട് കിട്ടുകയാണല്ലേ. നമ്മൾ അതും 10 മാസം ആഗ്രഹിച്ച് ചുമന്ന് കുറേ ബുദ്ധിമുട്ടി ഒക്കെ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു മാതൃത്വമൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള മൂമെൻ്റ് ഒക്കെ തന്നെയാണ്. അപ്പം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെ കഴിയട്ടെ. അത് ഹൊറിബിൾ ആവാതെ അല്ലെങ്കിൽ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അപ്പം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. അതുവരെ ബൈ ബൈ.